ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതിപ്പോൾ കുറേ നാൾ ആയിട്ട് ഇടാതെ വെച്ചിരിക്കുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഇതെനിക്ക് നിധിയിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ടെക്സിൻ്റെ ഒരു വട്ട റെഡ് പൊട്ടുണ്ടല്ലോ അതെടുത്ത് വെച്ചു. ഞാൻ തൃശ്ശൂർക്ക് പോവാണ്. സോ ഞാനൊരു പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകുവാണ്. ദെൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ മോയ്സ്ചറൈസർ പോലും ഞാൻ ഇടുന്നില്ല. സൺസ്ക്രീനാണ് പ്ലമ്മിൻ്റെ എടുത്ത് തട്ടുന്നത്. അത് പിണ്ടിയായി പാക്കിയായിരിക്കുകയാണ്, ചപ്പിളി പിളിയായിരിക്കുകയാണ്. ഒരു തരി ഉണ്ടായിരുന്നില്ല. ഞാനതിനെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഞാനതിലുണ്ടായിരുന്ന തരിമ്പ് പോലും ബാക്കി വയ്ക്കാതെ ഞാനതെടുത്ത് മുഖത്ത് തേക്കുകയാണ്. ഇനി അത് ഒരു വകയ്ക്ക് കൊള്ളില്ല ആക്ച്വലി. സോ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും ഇട്ടിട്ടില്ല. ഇത് തന്നെ വിത്ത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മിക്സപ്പാണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആക്ച്വലി. സോ എനിക്ക് ഒന്നാമത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സാധനം ഫേസിലുണ്ടാവരുത്, കയ്യിലും കാലിലും ഒന്നും ഇടരുത്. എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. നിർബന്ധം മീൻസ് എനിക്ക് അങ്ങനെ ഭയങ്കര കൂളായിട്ട് പോകാനാണ് ഇഷ്ടം. ആക്ച്വലി എനിക്ക് പൊട്ട് വരെ കുത്തണത് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോവല്ലേ, ഒന്നിച്ചിരി ഒരുങ്ങി ചമഞ്ഞ് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുങ്ങി കെട്ടിയത്. ദെൻ മെബിലൈൻ്റെ ഒരു ഐബ്രോ പെൻസിലുണ്ട്. ഇത് ഐബ്രോ പെൻസിൽ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ മീൻസ് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്ത് പറയാം. ദെൻ ഞാൻ ഇപ്പോൾ പുരികം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. ആക്ച്വലി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ത്രെഡ് ചെയ്യാത്ത. ആക്ച്വലി എനിക്ക് ത്രെഡ് ചെയ്യാൻ ഭയമാണ് കുട്ടികൾ. എനിക്ക് പ്രോഗ്രാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ത്രെഡിങ്ങിനെ പറ്റി ചിന്തിക്കാറുള്ളൂ. പൊതുവേ ഞാനങ്ങനെ ഈ മീൻസ് ഫേസ് റേസ് ചെയ്യാറുണ്ട്. അതല്ലാത്ത പക്ഷം ഞാൻ ത്രെഡിങ് ഇച്ചിരി ബാക്കോട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ടു. പിന്നെ ഞാൻ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് മീൻസ് ലൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ലിപ് ക്രയോൺ വരയ്ക്കുന്നുണ്ട്. ദെൻ അതിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് മുകളിലിടുന്നുണ്ട്. പക്ഷെ ഞാനത് ഓണാന്ന് വിചാരിച്ച ഫോൺ, പക്ഷെ ഓണല്ലായിരുന്നു. ഞാൻ ശശിയായിപ്പോയി. പിന്നെ ഈ സാധനം തുടച്ചിട്ട് രണ്ടാമത് ഇടാൻ എളുപ്പമല്ല, കാരണം മെയ്റ്റ് ഫിനിഷാണ്. ചുണ്ടൊന്നും പോവില്ല. പിന്നെ അത് മൊത്തം മറ്റേ ഈ മഴത്തുള്ളി കിലുക്കത്തിൽ മറ്റേ സലീം കുമാറിൻ്റെ അറിയാമല്ലോ, സലീം കുമാർ അല്ലെങ്കിൽ ഇപ്പോഴും തെറ്റിപ്പോയി, എന്താ പറയുക, ഇങ്ങനെ കൊച്ചിൻ ഹനീഫയുടെ ചുണ്ട് പോലെ ഇരിക്കും, കുതിര ചപ്പിയ ചുണ്ട് ഇരിക്കും. ദെൻ ഇത് ഞാൻ കളറിൻ്റെ ഒരു എന്തായിരുന്നു ലിപ് ലൈനർ, ദെൻ ഷുഗറിൻ്റെ ലിപ് ക്രയോൺ, ദെൻ വേറെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ അതിൻ്റെ ഒരു ഷെയ്ഡ് വ്യത്യാസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇട്ടിട്ട് കാണിക്കുന്നത് അത് ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ദെൻ സെയിം തന്നെ പ്ലമ്മിൻ്റെ കാജൽ. ഇറ്റ്സ് മൈ എവർ ടൈം ഫേവറേറ്റ്. കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാജലാണ്. എനിക്ക് ഈ സാധനം മാത്രമേ പറ്റുള്ളൂ അല്ല, ഞാനിത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത് നമുക്ക് ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് കയ്യിൽ എവിടേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ കുഞ്ഞു പേഴ്സിൽ പോലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ദെൻ ആക്ച്വലി ഞാനിത് മിറർ നോക്കിയെന്ന് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്കിങ്ങനെ മീൻസ് കുറച്ചും കൂടി നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഇങ്ങനെ ക്ലാരിറ്റി ഉള്ള പോലെ തോന്നി ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണട ഇച്ചിരി ലോങ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് കണ്ണിൻ്റെ ഡിസൈൻ ഞാൻ വരച്ചത് കറക്റ്റാണോ എന്നെനിക്ക് മനസ്സിലാവാത്തത് മൂലം ആകെ കിളി പോയ അവസ്ഥയായിരുന്നു. എന്നിരുന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വരച്ചു. പിന്നെ എൻ്റെ കണ്ണെഴുതിയാൽ അപ്പം തന്നെ കണ്ണീർ തടാകം രൂപാന്തരപ്പെടും. അതാണ് എനിക്ക് നല്ല അടിപൊളി ജലദോഷമായിരുന്നു. സോ ദെൻ പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി. ദെൻ ഓൾറെഡി ഞാൻ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൗഡറൊന്നും ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ദെൻ പിന്നെ സെയിം എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലഷ് നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒരു എടുപ്പ് തോന്നിക്കും ബ്ലഷ് ഇട്ട. ആക്ച്വലി നമ്മുടെ ഭയങ്കര റോസാണ്, ഭയങ്കര പൊട്ടി അങ്ങനെയല്ല. ബ്ലഷ് അതിന് വേണ്ടിയിട്ടല്ല, ഒരു ഭയങ്കര നാച്ചുറൽ ഫിനിഷ് തരാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഒന്ന് കവളൊക്കെ ഒന്ന് ചുമന്ന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഷൊക്കെ ഇടുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ബ്ലഷും കൂടി ഇടണല്ലോ. എൻ്റെ മൂക്കിൻ്റെ തൊള്ള കണ്ട് നിങ്ങൾ ഞെട്ടരുതാം. ആക്ച്വലി എൻ്റെ മൂക്ക് അത്രയ്ക്കുണ്ട്. ദെൻ കുഞ്ഞൊരു കമ്മൽ.
എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് മീൻസ് ഇങ്ങനെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ദെൻ എൻ്റെ കാർക്കൂന്തൽ ഞാൻ അഴിച്ചിട്ടു. എൻ്റെ ഫേസിലെ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനി കാർക്കൂന്തൽ പരിപാടിയാണ്. അത് ഭയങ്കര ചടങ്ങാണ് ആക്ച്വലി. കാരണം എനിക്ക് മുടി സത്യത്തിൽ എനിക്ക് മുടിയുടെ ഡിസൈനും അറിയില്ല, കെട്ടാനും അറിയില്ല. അതാണ് സത്യാവസ്ഥ. ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഫുള്ളി പുട്ടപ്പ് ചെയ്യും, അതല്ലെങ്കിൽ പോണിട്ടായി. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ വേറെ ഒന്നും മുടിയിലായിട്ട് ഞാൻ ഡിസൈനിങ് ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫുള്ളെടുത്ത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഞാൻ പൊതുവേ മുടി രാത്രി കെട്ടുന്ന സമയത്ത് ഈരുക അല്ലാതെ സാധാരണ കോമ്പിയിൽ ഭയങ്കര കുറവാണ്. ഉറങ്ങുന്ന സമയത്ത് മീൻസ് എന്താ പറയുക, ഉറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കും. അതല്ലാത്ത പക്ഷം ഞാൻ അങ്ങനെ കെട്ടി വയ്ക്കുമല്ലോ രാത്രി. അല്ലാത്ത പക്ഷം ഞാൻ അതിന് മുതിരാറില്ല. പിന്നെ ഇപ്പോഴും എൻ്റെ മുടി പുട്ടപ്പ് ചെയ്തിട്ട് അമ്മൻ്റെ അമ്മക്കെട്ട് കെട്ടിയിരിക്കുക. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാണ് കെട്ടിയത്. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല വൃത്തിയുണ്ട്, എൻ്റെ മുഖം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുടി വന്ന് കിടക്കുന്നതൊന്നും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ആക്ച്വലി എനിക്ക് നല്ല ഭംഗി തോന്നണമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനത് അഴിച്ചു ഗൈസ്. ഞാൻ ആ സാധനം അഴിച്ച് ഞാൻ പോവാറായപ്പോഴേക്കും ഞാൻ പുട്ടപ്പ് അമ്മക്കെട്ട് കയറ്റി തലേ കയറ്റി വെച്ചു. സോ ഇതാണ് മൊത്തത്തിൽ എൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. ടാറ്റാ.